അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയെങ്കിൽ മടികൂടാതെയും തളർന്നു പോകാതെയും യോഗ്യമാം വണ്ണം സ്ഥിരതയോടെ ഇരിക്കണമെന്ന് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ മദ്യപാനത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശയിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വേദവിപരീതികളിൽ നിന്നും പൈശന്യത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവയ്ക്ക് തുല്യമായ സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്നും നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവയെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുന്നില്ല എന്ന് മുമ്പേ ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോൾ നിങ്ങളോട് പറയുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നു. ഇവ ദൈവത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവയാകുന്നു. വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നതെന്നാൽ ദൈവത്തിൻ്റെ പട്ടക്കാരൻ തർക്കപ്രിയനല്ലാത്തവനും ശണ്ടയിടാത്തവനും വഴക്കില്ലാത്തവനും കുറ്റമില്ലാത്തവനും സുബുദ്ധിയുള്ളവനും അടക്കമുള്ളവനും ക്രമമുള്ളവനും അതിഥി സ്നേഹമുള്ളവനും ഉപദേശിക്കുന്നവനും മദ്യപിക്കാത്തവനും അടിപ്പാൻ തൻ്റെ കയ്യെ ഓങ്ങാത്തവനുമായിരിക്കണം. അവൻ താഴ്മയുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ സകല വിശുദ്ധിയിലും അടക്കമുതുക്കത്തിലും വളർത്തുന്നവനുമായിരിക്കണം. എന്നാൽ തൻ്റെ സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അവൻ അറിയുന്നില്ല എങ്കിൽ ദൈവസഭയെ അവനെങ്ങനെ ഭരിക്കും? സാത്താന് വന്ന ശിക്ഷാവിധിയിൽ വീഴാതിരിപ്പാൻ പുതുശിഷ്യനും ആയിരിക്കരുത്. എന്നാൽ നിന്നയിലും സാത്താൻ്റെ കണിയിലും വീഴാതിരിപ്പാൻ പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷി ലഭിച്ചവനുമായിരിക്കണം. ദൂഷണത്തിനും ശാപത്തിനും പിരാക്കിനും അവൻ്റെ വായെ തുറക്കരുത്. ശത്രുവിനോടുള്ള പ്രതികാര ചിന്തയില്ലാത്തവനായിരിക്കണം. പലിശയിൽ നിന്നും അതിപലിശയിൽ നിന്നും ദുർലാഭത്തിൽ നിന്നും അവനകന്നിരിക്കണം. ഇവ ഇഹലോകത്തിൻ്റെ നേട്ടത്തെ ഭക്ഷിച്ചു കളയുന്നവയും അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരസിക്കപ്പെട്ടവയുമാകുന്നു. വീണ്ടും നമ്മുടെ മക്കളെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നിരിക്കുന്ന സകല ജനത്തിനു വേണ്ടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പക്ഷപാതത്തിലും അപേക്ഷയിലും നിങ്ങൾ ഉറ്റിരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കുകയും എല്ലാവരോടും സ്നേഹവും ഐക്യതയും സമാധാനവും ദീർഘക്ഷമയും അനുരാഗവും കൃപയും വിശ്വസ്തതയും താഴ്മയും ക്ഷമയും ഔദാര്യമുള്ളവരായിരിക്കുകയും വേണം. ഇവ ആത്മാവിൻ്റെ ഫലങ്ങളത്രേ. ദൈവമുമ്പാകെയുള്ള ശുശ്രൂഷയ്ക്ക് യോഗ്യരായും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നവരായും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മുഖപ്രസാദത്തോടെ സന്നിധിയിൽ നിൽക്കുന്നവരുമായിരിക്കാൻ ജാഗ്രതയുള്ളവർ ആയിരിക്കാം. നാമോ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. നാം എല്ലാവരും ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റുമാറാകട്ടെ. വീണ്ടും നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പാകെയും തൻ്റെ മാലാഖമാരുടെ മുമ്പാകെയും കർത്താവിൻ്റെ പീഠത്തിന് മുമ്പാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മൂപ്പന്മാരുടെയും ഈ ജനത്തിൻ്റെയും മുമ്പാകെയും നിങ്ങളെ ഫലമേൽപ്പിച്ച സത്യവിശ്വാസത്തെ തർക്കം കൂടാതെ കാത്തുകൊള്ളുവാനായിട്ടും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമും നിങ്ങളും നിൽപ്പാൻ തക്കവണ്ണം നിങ്ങളോട് നാം കൽപ്പിച്ചവയിൽ യാതൊരു ഭേദവും ചെയ്യാതിരിപ്പാനായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷിക്കായി ഈ പുസ്തകത്തിൽ സ്ലീബായുടെ അടയാളത്തെ നിങ്ങൾ വരയ്ക്കണം.